അഡ്വക്കേറ്റ് സി ഷുക്കൂർ, താങ്കൾ നടനെന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പ്രതികരിക്കേണ്ട ഒരു ഘട്ടമാണിത്. ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടലിൽ ജനൽ വഴി ചാടി ഓടിപ്പോയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങൾ രാവിലെ മുതൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പോലീസ് ഷൈൻ ടോം ചാക്കോയെ തിരയുന്നു എന്ന് പറയുന്നു. എന്തിനാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് തിരയുന്നത് എന്ന ചോദ്യമല്ലേ ആദ്യം ഉയരുന്നത്? തീർച്ചയായും സാധാരണഗതിയിൽ പോലീസിനെ കാണുന്ന സമയത്ത് നമ്മൾ ആരും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കുറ്റകൃത്യത്തിലൊന്നും ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വിരുദ്ധമായ സംഗതികളൊന്നും നമ്മുടെ കയ്യിലില്ല എങ്കിൽ പോലീസിനെ കാണുന്ന സമയത്ത് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഒരു പൗരനും രാജ്യത്തില്ല. തീർച്ചയായും അദ്ദേഹം ഓടിപ്പോയത്, ആ നടൻ ഓടിപ്പോയത് എന്തിനാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ തീർച്ചയായും പോലീസ് അദ്ദേഹത്തെ, ആ നടനെ പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതും ഒക്കെ കാര്യങ്ങൾ പിന്നെയാണ്. പക്ഷെ എന്തിനാണ് ഓടിപ്പോയത് എന്നുള്ള ചോദ്യം ദുരൂഹമായി നിൽക്കുന്നു. പുറത്തു വരുന്നു, അതൊരു ശരി തന്നെ. ഈ എന്തിന് ഷൈൻ ടോം ചാക്കോ ഓടിപ്പോയി എന്നൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ തിരഞ്ഞുകൊണ്ട് പോലീസ് പോയതാണ്. അങ്ങനെ ഈ ഹോട്ടലിൽ എത്തുകയാണ്. അവിടെ രജിസ്ട്രിയിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് കാണുകയാണ്. അവിടെ വന്ന് മുട്ടുകയാണ്. അപ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് വിവരം. ഏതായാലും ആ മുറിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്തു. ആ മുറി പരിശോധിച്ചു, ഒന്നും കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. പോലീസിന് ഓടിപ്പോയി എന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഷൈൻ ടോം ചാക്കോയ്ക്കായി വലവിരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ്. തീർച്ചയായും ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഓടിപ്പോയത് എന്ന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണെന്ന്. നമ്മൾ ഒരാൾ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് പോലീസ് വരുന്ന സമയത്ത് ഞാൻ യാതൊരു കോൺട്രബാൻഡ് ആർട്ടിക്കിൾ എൻ്റെ കയ്യിലില്ല എങ്കിൽ, നിരോധിക്കപ്പെട്ട ഒരു വസ്തു എൻ്റെ കയ്യിലില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിരോധിക്കപ്പെട്ട നിയമവിധേയമായ കാര്യങ്ങൾ, നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ ഫേസ് ചെയ്യുക, കാര്യങ്ങൾ അന്വേഷിക്കുക, എന്താണ് അവരോട് സംസാരിക്കുക. അത് ഓടിപ്പോവുക എന്ന് പറയുന്നത് സംശയ നിഴലിലാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് എന്തിനാണ് ഓടിപ്പോയതെന്ന്. ആ ഓടിപ്പോയ ഈ എത്ര സാഹചര്യം ശേഷമാണ് അദ്ദേഹത്തെ കണ്ടുകെട്ടുന്നത്, അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരി, ഞാൻ സജി നന്ദ്യാട്ടിലേക്ക് പോകുന്നു. സജി നന്ദ്യാട്ട് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ആണല്ലോ. ഇപ്പോൾ ഫിലിം ചേംബറിനും അതോടൊപ്പം തന്നെ AMMAയ്ക്കും ഈ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ നിങ്ങളുടെ സംഘടന എന്ത് നടപടിയിലേക്കാണ് കടക്കുന്നത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.